Hi students, all of you welcome. In the last class we discussed about the AC generator. AC generator is a device which is used to produce electric current by the principle of electromagnetic induction. And also we know that the generator which converts mechanical energy into electrical energy. We know how we can draw the structure of AC generator. In generator, we know that there is a field magnet which have north pole and south pole, and between the field magnet there is an armature. Between the field magnet there is an armature which is attached with two rings. These rings are known as slip rings, and these slip rings always contact with two brushes. So this is the structure of an AC generator, and the armature which is free to rotate between the poles of a magnet. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എ സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ല, ഇത് ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ് എങ്ങനെയായിരിക്കും. വിച്ച് ടൈപ്പ് ഓഫ് കറൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ബൈ എ സി ജനറേറ്റർ. ഈ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ് എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇതൊന്നും കൂടെ വരക്കുകയാണ്. അതായത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും, ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് മാഗ്നറ്റിക് പോൾസാണ് നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, ഒരു സർക്കുലർ ഷേപ്പിലുള്ള മാഗ്നറ്റാണ്, അതിൻ്റെ ഒരു എൻഡാണ് സൗത്ത് പോൾ, മറ്റേ എൻഡ് നോർത്ത് പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ആർമേച്ചർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആർമേച്ചർ, ഈ ആർമേച്ചറിൻ്റെ അതേപോലെ ഒരു പ്ലെയിന്, ഒരു ഭാഗം എ ബി മറ്റേ ഭാഗം സി ഡി ഉള്ള ഒരു പ്ലെയിൻ ഞാനിത് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആർമേച്ചർ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ളതിൻ്റെ ആ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ടെക്സ്റ്റിൽ ഒന്നും കൂടി വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ കിട്ടുന്ന EMF അല്ലെങ്കിൽ കറൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതൊരു ആർമേച്ചറായിട്ട് ഇമാജിൻ ചെയ്യുകയാണ്, സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്തിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആണ്. ഇവിടെയാണ് ഇതൊരു ആർമേച്ചറാണെന്ന് കരുതുക. ഈ ആർമേച്ചറിൻ്റെ പ്ലെയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ആദ്യം ഒരു 90 ഡിഗ്രി അല്ലേ, ഇവിടെ ഒരു 90 ഡിഗ്രി, വീണ്ടും ഒരു 90 എന്ന് പറഞ്ഞാൽ 180, പിന്നെ ഒരു 90 കൂടി ആഡ് ചെയ്താൽ 270, ലാസ്റ്റ് ഒരു 90 കൂടി ആഡ് ചെയ്താൽ 360. അപ്പോൾ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ കേസിൽ ഇവിടെ ആർമേച്ചർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആർമേച്ചറാണെന്ന് നമ്മൾ ഗസ് ചെയ്യാം. ഓക്കെ, ഈ ആർമേച്ചർ ഇപ്പോൾ 0 ഡിഗ്രി ആണ്. ഇനി 90 ഡിഗ്രി കഴിഞ്ഞാൽ വീണ്ടും ഒരു 90 പ്ലസ് ചെയ്താൽ 180, പ്ലസ് 90 270, പ്ലസ് 90 360. ഇങ്ങനെ ഒരു 4 കേസ് നമ്മളിവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന EMF എങ്ങനെയായിരിക്കും, അതിൻ്റെ ഗ്രാഫാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഗ്രാഫിന് X ആക്സിസും അതുപോലെ തന്നെ Y ആക്സിസും ഉണ്ട്. ഞാനിവിടെ Y ആക്സിസിൽ EMFൻ്റെ അളവ്, എമൗണ്ട് ഓഫ് EMF, അതേപോലെ എക്സ് ആക്സിൽ
ആംഗിൾ കൊടുക്കുകയാണ്. അപ്പോൾ ആംഗിൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് 0 ഡിഗ്രി, നെക്സ്റ്റ് 90 ഡിഗ്രി, നെക്സ്റ്റ് 180 ഡിഗ്രി, നെക്സ്റ്റ് 270 ഡിഗ്രി ആൻഡ് ലാസ്റ്റ് വൺ 360 ഡിഗ്രി. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആർമേച്ചറിൻ്റെ പ്ലെയിൻ ഇതാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഡയറക്ഷന് പാരലലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതാ 90 ഡിഗ്രിയിലെത്തുമ്പോൾ എന്തായി? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാരലൽ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ. രണ്ട് കേസ് ഉണ്ട്. ഒന്ന് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് പാരലലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് മിനിമം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 0 മിനിമം. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഇങ്ങനെ 90 ഡിഗ്രി അല്ലേ, 0യിൽ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. എന്നാൽ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന EMF മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആർമേച്ചർ 0 ഡിഗ്രി, ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ 0യിൽ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുക. ആ സമയത്ത് EMF 0 ആയിരിക്കും. അങ്ങനെ അതിങ്ങനെ പാരലലായി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവസാനം ഇവിടെ എത്തുമ്പോൾ പെർപെൻഡിക്കുലറായി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഏകദേശം 90 ഡിഗ്രി എത്തുമ്പോൾ ആ സമയത്ത് EMF ഇങ്ങനെ സാവധാനം ഇൻക്രീസ് ചെയ്തിട്ട് EMF മാക്സിമം എത്തും. ഓക്കെ, ആദ്യം പാരലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിങ്ങനെ പെർപെൻഡിക്കുലറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ പെർപെൻഡിക്കുലറായിട്ട് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാക്സിമം റൊട്ടേഷൻ വരുമ്പോൾ EMF മാക്സിമം ആവും. ഇനി ഈ 90യിൽ നിന്ന് അടുത്തത് 180. അപ്പോൾ എന്താണ്? പെർപെൻഡിക്കുലറിൽ നിന്ന് ഇങ്ങനെ വീണ്ടും പാരലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ EMF എന്ത് ചെയ്യും? സാവധാനം ഇവിടെ നമ്മൾക്കറിയാം 90യിൽ നിന്ന് 180യിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് EMF എന്ത് ചെയ്യും? ഇങ്ങനെ സാവധാനം EMF ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷനായി ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത് അല്ലേ. ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ, സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിലാണ് ഇങ്ങനെ ഡയറക്ഷൻ മാറിയത്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടുന്ന് 0യിൽ നിന്ന് 90, 180. ഇനി റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 180യിൽ നിന്ന് 270, പിന്നെ 360. അപ്പോൾ ഡയറക്ഷൻ നോക്ക് നിങ്ങൾ. ഫസ്റ്റ് ഹാഫിലെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റിലേക്കാണ് അടുത്ത ഹാഫ് റൊട്ടേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 0യിൽ നിന്ന് 90, 90യിൽ നിന്ന് 180, ഈ ഡയറക്ഷൻ്റെ ഇതൊരു ഹാഫ് കഴിഞ്ഞു അല്ലേ, 180 ഒരു ഹാഫായി. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത്, അടുത്ത 270യും 360യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിൽ മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ ഇനി ഞാൻ വരയ്ക്കുന്നത് താഴോട്ടായിരിക്കും. ഇങ്ങനെ ഈ താഴോട്ടായിരിക്കും ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ 0 to 90 നമ്മൾ വരച്ചു, 90 to 180 വരച്ചു. ഇനി നമ്മൾ 180യിൽ നിന്ന് 270യിലേക്ക് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ മാക്സിമം EMFിലേക്ക് ഇതിങ്ങനെ വരും. ഓക്കെ, അങ്ങനെ 270യിൽ നിന്ന് ലാസ്റ്റ് 360യിലേക്ക് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 0യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചൊരു ഗ്രാഫ്, ഇത് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കണമെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ വരച്ച ഗ്രാഫ്. അപ്പോൾ ഇവിടെ നോക്ക്, ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ നമ്മൾക്ക് കിട്ടിയ കറണ്ട്.
അത് പോസിറ്റീവ് ഡയറക്ഷനാണ്. സെക്കൻഡ് ഹാഫ് റൊട്ടേഷന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. സോ ഹിയർ ദി ഇ എം എഫ് ഓർ കറണ്ട് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. ദാറ്റ് ടൈപ്പ് ഓഫ് കറണ്ട് ഈസ് നോൺ ആസ് എ സി കറണ്ട്. സോ ദിസ് ജനറേറ്റർ ഈസ് നോൺ ആസ് എ സി ജനറേറ്റർ. ഓക്കെ, അപ്പോൾ എ സി ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മളിവിടെ കാണിച്ചത്. ദിസ് ഈസ് എ സി or alternating current and generator is known as AC generator. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതായത് ഇങ്ങനെ പിന്നെ ഓരോ ആംഗിൾ വെച്ചിട്ട് ഓരോ ആംഗിളിലും കിട്ടുന്ന ഇ എം എഫ് സീറോയിൽ ഇ എം എഫ് 0 ഡിഗ്രിയിൽ ഇ എം എഫ് 0 ആണ്, 90 ഡിഗ്രിയിൽ ഇ എം എഫ് മാക്സിമം ആണ്, 180 ഡിഗ്രിയിൽ ഇ എം എഫ് 0 ആണ്, 270യിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം, 360യിൽ 0 ഇ എം എഫ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് എ സി ജനറേറ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, സോ ഇൻ എ സി ജനറേറ്റർ we studied about the rotation. In this rotation there is first half rotation and second half rotation. One complete rotation consists of two half rotations, the first half rotation and second half rotation. These two current, so we know that there are two current. In first half rotation the induced EMF is in one direction, and the second half rotation the induced EMF in opposite direction. These two current together known as one cycle of AC. So what is mean by one cycle of AC? The induced EMF in one half rotation is opposite to the induced EMF in the second half rotation. Induced EMF in the first half rotation, EMF in first half rotation plus EMF in second half rotation. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ആൻഡ് ഇ എം എഫ് ഇൻ സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിച്ച് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ടുഗദർ കോൾഡ് വൺ സൈക്കിൾ ഓഫ് എ സി. അപ്പോൾ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിലെ എ സിയും സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിലെ എ സിയും ഒരുമിച്ച് പറയുന്നതാണ് എന്ത് വൺ സൈക്കിൾ ഓഫ് എ സി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നതാണ്. സോ ദി നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 second, that is known as frequency of AC. Frequency of AC means number of cycles in 1 second. Number of cycles in 1 second, that is known as frequency of AC. The unit of frequency, that is hertz. Unit of frequency is known as hertz. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്ത് ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അവർ കൺട്രി ദി current produced, the alternating current produced is in 50 hertz. 50 hertz. നമ്മുടെ രാജ്യത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, 50 hertz ആണ്. നമുക്കറിയാം നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 second, അതാണെന്ത് ഫ്രീക്വൻസി. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് പറഞ്ഞു. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി 2 hertz ആണ്. അപ്പോൾ 1 hertz ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആർമേച്ചർ ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി 5 hertz ആണ്. സോ ഇൻ അവർ കൺട്രി വി നോ ദാറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസസ് ഇൻ 50 hertz. ദാറ്റ് മീൻസ് ദി ആർമേച്ചർ റൊട്ടേറ്റ്സ് ഇൻ 1 second ബൈ 50 times. 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. Okay, so we studied that in AC generator the armature rotates. So there is a chance to produce a spark between the brush and ring.
ഇവിടെ നമുക്കറിയാം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലിപ്പ് റിങ്ങും അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ലിപ്പ് റിങ് എപ്പോഴും ബ്രഷുമായിട്ട് കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ, തീപ്പൊരി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ തീപിടുത്തം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ അവർ കൺട്രി ഓർ ഇൻ ലാർജ് ജനറേറ്റേഴ്സ്, പവർ ജനറേറ്റേഴ്സ്, വലിയ ജനറേറ്ററുകളുണ്ട്, പവർ സ്റ്റേഷനുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ലാർജ് ജനറേറ്റേഴ്സ്, അവിടെ നമ്മൾ സാധാരണ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ആർമേച്ചർ സ്റ്റേബിളാക്കി വെക്കും, സ്റ്റേഷനറി ആക്കി വെക്കും. ആൻഡ് വി റൊട്ടേറ്റ് ദി ഫീൽഡ് മാഗ്നറ്റിനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ മതി, നമ്മൾക്ക് എന്ത് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് വരും, അങ്ങനെ EMF ഉണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. അതിൽ ഏതെങ്കിലും ഒരാൾ മൂവ് ചെയ്താൽ മതി, ഒന്നില്ലെങ്കിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ കോയിൽ മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആർമേച്ചർ കോയിൽ മൂവ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതിനെ റൊട്ടേറ്റ് ചെയ്യും, മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി AC ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് അനദർ ടൈപ്പ് ഓഫ് ജനറേറ്റർ, ദാറ്റ് ഈസ് നോൺ ആസ് DC generator. We know that AC generator which produces alternating current, and we know what is DC. DC is the direct current, means the current which flows in same direction. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി DC ജനറേറ്ററിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. നമ്മൾ AC വരച്ച അതേപോലെ തന്നെ നോർത്ത് പോള് സൗത്ത് പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ ഇതാ ഇവിടെ ഒരു ആർമേച്ചർ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, സോ ദർ ഈസ് ആൻ ആർമേച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ആർമേച്ചറാണ്. ഇനി അതുപോലെ തന്നെ ഇത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇനി ഇവിടെയുള്ള ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ AC generator there are two slip rings, R1 and R2, but in the case of DC generator there is only one slip ring, only one ring. That ring is splitted. Okay, ഒരൊറ്റ റിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് R1 മറ്റേത് R2. So there are two split rings. In the case of AC there is slip rings, slip ആയിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, സ്പ്ലിറ്റ് റിങ്സ് ആണ്, R1 and R2. Now these two rings always contact with two brushes, and which connect through the brush we connect to the external circuit. അപ്പോൾ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ AC ജനറേറ്ററും DC ജനറേറ്ററും. ഇൻ DC generator we uses split ring instead of slip rings in AC generator. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആണ്. AC-യിൽ ഏതാണ്, AC-യിൽ സ്ലിപ്പ് റിങ്സ് ആണ്. ഇതാണ് ഈ രണ്ട് ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ എപ്പോഴും ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് റിങ്ങുകളും ഇവിടെ R1-ൻ്റെ കൂടെ B1 എന്നുള്ള ബ്രഷ് ഉണ്ട്, R2-ൻ്റെ കൂടെ B2 എന്നുള്ള ബ്രഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എപ്പോഴും എന്തായിരിക്കും, ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ B1 എന്നുള്ള ബ്രഷുമായി കോണ്ടാക്ട് ചെയ്യുന്ന റിങ് എപ്പോഴും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗർ നോക്കി കറക്റ്റായി മനസ്സിലാവും. എപ്പോഴും എന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം എപ്പോഴും മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ ഡസ്റ്റർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിലേക്ക് വരുന്ന പാർട്ട്, ഇപ്പോൾ ഇത് A, ഇത് B, ഇങ്ങനെ രണ്ട് സൈഡ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയും ബിയും ഇങ്ങനെ മാറി മാറി ഈ സൈഡിലേക്ക് വരുന്നുണ്ട്, അല്ലേ. ഇതപ്പോൾ ഇവിടെ A ആണെന്ന് കരുതുക, ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് B ആയി, ഇനി എന്തായി A ആയി. എങ്ങനെ ആകുമ്പോഴും എന്താണ്, ഈ സൈഡ് എപ്പോഴും മുകളിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക, ഈ സൈഡ് എപ്പോഴും മുകളിലേക്ക്. എന്നാൽ ഈ സൈഡോ, ഇതെപ്പോഴും ഈ സൈഡിലേക്ക് വരുന്ന ഭാഗം എപ്പോഴും താഴോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ
B1 എന്നുള്ള ബ്രഷിൻ്റെ കൂടെ വരുന്ന റിങ് എപ്പോഴും മുകളിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ താഴേക്കായിരിക്കും, ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും. അതേപോലെ B2 എന്നുള്ള ബ്രഷിൻ്റെ കൂടെ വരുന്ന റിങ് എപ്പോഴും താഴോട്ടായിരിക്കും, ഒരു ഭാഗത്തേക്കുള്ള മുകളിലേക്കായിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ്, ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റ് എന്തായിരിക്കും? എ സി ആയിരിക്കും. എ സി ഇൻ ആർമേച്ചർ. ഇൻ ദി കേസ് ഓഫ് ഡി സി ആൻഡ് എ സി ജനറേറ്റർ, ദി കറൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആർമേച്ചർ ഈസ് എ സി. രണ്ട് ഡി സി ആണെങ്കിലും എ സി ജനറേറ്റർ ആണെങ്കിലും അതിൻ്റെ ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതായിരിക്കും? എ സി ആയിരിക്കും. ബട്ട് ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻ ഡി സി ജനറേറ്റർ ഇറ്റ് കൺവേർട്സ് ഇൻ ടു ഡി സി. ഈ എക്സ്റ്റേണൽ സർക്യൂട്ട്, അതായത് ദർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രഷ് ആൻഡ് റിങ്. ബ്രഷ് റിങ് തമ്മിലൊരു അറേഞ്ച്മെൻറ്റ് ഇതാ. ഈ അറേഞ്ച്മെൻറ്റ് മൂലം ഡ്യൂ ടു ബ്രഷ് ആൻഡ് റിങ് ദി എ സി പ്രൊഡ്യൂസസ് ഇൻ ആർമേച്ചർ കൺവേർട്സ് ഡി സി ഇൻ ഡി സി ജനറേറ്റർ. അപ്പോൾ ഡി സി ജനറേറ്ററിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സി ആണ്, എന്നാൽ ഈ ബ്രഷ് റിങ്ങും അതെന്താക്കി മാറ്റും? ഡി സി ആക്കി കൺവേർട്ട് ചെയ്യും. അതാണ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എ സി കറൻറ്റിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് എ സി കറൻറ്റ് അല്ലേ? എ സി ജനറേറ്റർ അല്ലെങ്കിൽ എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് താഴോട്ടും മുകളിലോട്ടും മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡി സി, ഡി സിയിൽ എങ്ങനെയാണ്? ദർ ഈസ് ദി കറണ്ട് വിച്ച് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ആ കറണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ സെയിം ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഇൻ ദി കേസ് ഓഫ്, അപ്പോൾ ഇത് എന്താണ്? ഡി സി ജനറേറ്റർ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബാറ്ററി, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ബാറ്ററി അല്ലേ? ബാറ്ററിയിൽ കറണ്ട് എങ്ങനെയായിരിക്കും? വിച്ച് ഫ്ലോസ് ഇൻ യൂണിഫോം, വിച്ച് ഫ്ലോസ് ഇൻ സ്റ്റഡി. അത് സ്റ്റഡി ആയിട്ടാണ് ഫ്ലോ ചെയ്യുക, ഒരേപോലെ. ഇതാണ് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ 3 ഫിഗറും തന്നിട്ടൊരു ടേബിൾ കാണാം. ആ ടേബിളിൽ ഈ 3 കറണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് എഴുതാൻ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, so these are the generators. One is AC which produces alternating current and another one is DC generator which produces DC current. Okay, ഇനി നമ്മൾക്കറിയാം ഈ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി ഇൻ ദെയർ സ്ട്രക്ചർ ഈസ്, ഇൻ ദി കേസ് ഓഫ് എ സി വി യൂസസ് സ്ലിപ്പ് റിങ്സ്, ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡി സി generator we uses split rings.